മുൻകാലങ്ങളിൽ ചെടിച്ചട്ടികളിലും മുറ്റത്തും മാത്രം ഒതുങ്ങി നിന്നിരുന്ന പൂക്കൃഷി ഇന്ന് വീടിന്റെ അകത്തളങ്ങളിലെ ഇൻഡോർ സസ്യങ്ങൾ മുതൽ ടെറസിലെ ഉദ്യാനങ്ങൾ വരെയായി വിപുലപ്പെട്ടിരിക്കുന്നു. പൂക്കളോടുള്ള ജനങ്ങളുടെ ഈ ആഭിമുഖ്യം കാരണം പുഷ്പ നഴ്സറികളുടെ എണ്ണത്തിലും വൻ വർധനവാണ് രേഖപ്പെടുന്നത്. പണ്ടൊക്കെ പൂക്കളിലെ റാണിയായി റോസാപ്പൂക്കളെ മാത്രമാണ് കണക്കാക്കിയിരുന്നതെങ്കിൽ പുതിയ കാലത്ത് നിരവധി വിദേശ ഹൈബ്രിഡ് പൂക്കൾ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. പേരുപോലും അറിയാത്ത നിരവധി സുന്ദര പുഷ്പങ്ങളാണ് ഇന്ന് മലയാളികളുടെ മുറ്റങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കാണുന്ന മാത്രയിൽ മനം കവരുന്ന ഇത്തരം ചെടികൾ വില നോക്കാതെ വാങ്ങാൻ ആളുകൾ തയ്യാറാകുന്നുമുണ്ട്. പഴയകാലത്ത് ചുവപ്പ് നിറത്തിൽ മാത്രം കണ്ടിരുന്ന ചെമ്പരത്തികൾ ഇന്ന് വെള്ള, ചന്ദന നിറം, മഞ്ഞ, മൾട്ടി കളർ തുടങ്ങി അനേകം ഭാവങ്ങളിൽ ലഭ്യമാണ്. കടലാസ് പൂക്കൾ അഥവാ ബോഗൺവില്ലകളുടെ കാര്യവും വ്യത്യസ്തമല്ല. ഉദ്യാനങ്ങളിലെ ഈ വിപ്ലവത്തിനൊപ്പം തന്നെ നമ്മുടെ വഴിയോരങ്ങളിലും പറമ്പുകളിലും വിരിഞ്ഞ് സൗരഭ്യം പരത്തുന്ന കാട്ടുപൂക്കളും നാട്ടിൻപുറങ്ങൾക്ക് തനിമയേകുന്നു. അതേസമയം നമ്മുടെ നാടൻ ജൈവ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന അധിനിവേശ സസ്യങ്ങളും മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ഒരുപോലെ ഹാനികരമായ വിഷാംശമുള്ള പുഷ്പങ്ങളും ഇന്ന് വിപണിയിൽ സജീവമാണ്. തിരിച്ചറിവില്ലാതെ ഇത്തരം അലങ്കാര ചെടികൾ വാങ്ങി അപകടം ക്ഷണിച്ചു വരുത്തരുതെന്നും പൂക്കളുടെ പശ്ചാത്തലം മനസ്സിലാക്കി മാത്രം അവയെ ഉദ്യാനങ്ങളുടെ ഭാഗമാക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.